ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ഉത്തരവ് വന്നിട്ടുണ്ട്. ഇതിന്റെ വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, CBI അന്വേഷണത്തിൽ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുകയാണ്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കൂടുതൽ അന്വേഷണം നടത്താമെന്ന CBI ഉത്തരവ് ഉണ്ടായിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? ഇവിടെ മുഖ്യമന്ത്രിയെ കാണാനായി സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയിരുന്നു. മുഖ്യമന്ത്രിക്ക് പരാതി രേഖാമൂലം നൽകിയിരുന്നു. മകന്റെ മരണത്തിൽ അന്വേഷണം നടക്കുന്നതിൽ തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി നൽകിയത്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം കുടുംബത്തിന് ആവശ്യമാണെങ്കിൽ അത് നൽകാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി പിതാവ് ജയപ്രകാശ് അറിയിച്ചിരുന്നു. ഇതിന്റെ ഘട്ടത്തിലാണ് ഒരു ഉറപ്പ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതായി വ്യക്തമാകുന്നത്. എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണം നടത്താം എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തു വരുന്ന വിവരം. കുടുംബത്തിന്റെ വികാരം മാനിച്ച് കേസ് അന്വേഷണം CBIക്ക് വിടാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സിദ്ധാർത്ഥിന്റെ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥിന്റെ ദൗർഭാഗ്യകരമായ മരണം നാടിനെയാകെ ദുഃഖത്തിൽ ആഴ്ചയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥിന്റെ പിതാവും ബന്ധുക്കളും ഓഫീസിലെത്തി ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണം നടന്നു വരുന്നുണ്ടെങ്കിലും ഇതിന് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബത്തിന് അത് വേണ്ടി വന്നാൽ CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ വിടാമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് ആ നിവേദനം സിദ്ധാർത്ഥിന്റെ മുഖ്യമന്ത്രിക്ക് നൽകിയ ആ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ CBIക്ക് കേസ് വിടാമെന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഏതായാലും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയതുപോലെ തന്നെ കാര്യങ്ങൾ രേഖാമൂലം പുറത്തു വരികയാണ്. ഏതായാലും കേസ് CBIക്ക് ഉടൻ തന്നെ വിടാനാണ് തീരുമാനമായിരിക്കുന്നത്. പിതാവ് മുഖ്യമന്ത്രിയോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. മകനെ കൊന്നതാണെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. അതേസമയം ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും എതിരെ കേസെടുക്കണം, കൊലക്കുറ്റം തന്നെ ചുമത്തണം. അതേസമയം കഴിഞ്ഞ 5 വർഷത്തിനിടെ കോളേജിൽ നടന്ന മരണങ്ങളിൽ അന്വേഷണം വേണം, തീരുമാനം ഉണ്ടായതിനു ശേഷം കോളേജ് തുറന്നു പ്രവർത്തിച്ചാൽ മതിയെന്നും ഇങ്ങനെ ഒരു സംഭവം ഇനി ആവർത്തിക്കപ്പെടരുന്ന തുടർന്നുള്ള കാര്യങ്ങളടക്കം പിതാവ് മുഖ്യമന്ത്രിയെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ ഒരു കേസ് CBI അന്വേഷിക്കുന്നതിലൂടെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണോ കണക്കാക്കേണ്ടത്?